ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒരു സ്നാക്സ് ഐറ്റം കേട്ടോ. 4 മണിക്ക് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വെറും 10 മിനിറ്റ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. കാണുമ്പോൾ ഉഴുന്നുവടയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? എങ്കിലും ഇത് ഉഴുന്നുവടയല്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിലോ നല്ല സോഫ്റ്റ് ആയിരിക്കും. വേഗം നമുക്കിത് തയ്യാറാക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാനിവിടെ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കുന്നത് റവ ഉപയോഗിച്ചാണ്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരല്പം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. 1 ടീസ്പൂൺ അളവിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് വെള്ളത്തിന് 1 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം തീ നല്ലതുപോലെ കുറച്ച് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. അടിയിൽ പിടിക്കാതെ നല്ലതായിട്ട് എല്ലാ ഭാഗവും നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കേട്ടോ. നമ്മൾ ഈ റവ ആയതുകൊണ്ട് വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സായിട്ട് പെട്ടെന്ന് ഇത് കുറുകി കിട്ടും. വേഗം തന്നെ ഇതുപോലെ ഈ പാത്രത്തിൽ നിന്ന് നല്ലതായിട്ട് വിട്ട് വരുവേ. അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മാറ്റി വെക്കാം. ഇതിനി നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം. ഈ ഒരു സമയത്ത് നമുക്കിത് കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ചട്നി തയ്യാറാക്കാം. ഞാനിവിടെ മല്ലിയില ചട്നിയാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. ഒരു കൈപ്പിടി മല്ലിയില, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ സവാളയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പുളിപ്പിന് വേണ്ടി ഞാനിതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ തൈരും കൂടി ചേർത്ത് കൊടുത്താണ് ഇത് നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. നമ്മൾ എടുത്തു വെച്ചിരുന്ന റവയൊക്കെ ഇപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. കൈകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് എടുക്കും. നല്ലതായിട്ട് അമർത്തി തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വേണം ഈ മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആ പ്ലേറ്റിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിലും കൂടി കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് 2 കൈയിലും നല്ലതുപോലെ ഒന്ന് തേച്ചതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി നമ്മൾ ഉഴുന്നുവടയ്ക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെ എടുക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയതിന് ശേഷം നടുക്ക് ഒരു ചെറിയ ഹോളിട്ട് കൊടുക്കുക. ഈ കാണുന്നത് പോലെ തന്നെ ചെയ്തെടുത്താൽ മതി. ഇത് സൈഡൊന്നും പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ നല്ലതായിട്ടൊന്ന് റൗണ്ട് ചെയ്തതിന് ശേഷം വേണം. സൈഡൊക്കെ ചിലപ്പോൾ ഷേപ്പ് റൗണ്ട് കിട്ടിയില്ലെങ്കിൽ കൈകൊണ്ട് പതിയെ ഒന്ന് റൗണ്ടാക്കി കൊടുത്താൽ മതി. ഇതുപോലെ നമ്മുടെ ഉഴുന്നുവടയുടെ ഷേപ്പിലൊന്ന് ഉണ്ടാക്കിയെടുക്കണം. ഉഴുന്നുവട ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. ഈ ഷേപ്പൊക്കെ നമ്മൾ ചിലപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് റൗണ്ടിലൊന്നും വരത്തില്ല. പക്ഷേ ഇതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. ഒരുപാട് ലൂസല്ലല്ലോ ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഷേപ്പിന് തന്നെ എല്ലാം ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ നമ്മുടെ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വന്നപ്പോഴാണ് നമ്മുടെ റവ വട ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സമയത്ത് തീ മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക. തീ കൂട്ടി വെക്കല്ലേ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ നന്നായിട്ട് കൂട്ടി കൊടുക്കുക. ഇത് കരിഞ്ഞു പോകത്തൊന്നുമില്ല. തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. വളരെ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇത് കരിഞ്ഞു പോകാതൊന്ന് നോക്കണമെന്നേ ഉള്ളൂ. കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാനായിട്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ല മുരിഞ്ഞ വട നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. വടയെന്ന് പറയാൻ പറ്റത്തില്ല, ഉഴുന്നുവടയൊന്നും അല്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് എന്ന് വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ബാക്കിയും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. നമ്മളിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ പൊട്ടിപ്പോകുകയോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. നല്ലതായിട്ട് തന്നെ ആ ഒരു ഷേപ്പിൽ നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് ചെയ്തിടുന്നത് അതേ രീതിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് 4 മണിക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് നല്ലൊരു സ്നാക്സാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്, ഇത് തണുത്ത് കഴിഞ്ഞാൽ അത്ര ക്രിസ്പി ആയിട്ടിരിക്കത്തില്ല. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഇതുണ്ടാക്കി കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
നമ്മുടെ വീട്ടിലേക്ക് പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് വളരെ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സാണിത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടി വേണം. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.